ലോകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിനാണ് 140 മണ്ഡലങ്ങളും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം വികസന തുടർച്ച എന്ന മുദ്രാവാക്യവുമായി ഇടതു മുന്നണിയും ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ മാറ്റവും ആയുധമാക്കി UDFും നേർക്കുനേർ വരുമ്പോൾ വിജയം ആർക്കൊപ്പം എന്ന് പ്രവചിക്കുക അസാധ്യമാണെന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. സിറ്റിസൺ ഒപ്പീനിയൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ സെന്റർ കോർ നടത്തിയ ഈ വിപുലമായ സർവേ കേരളത്തിലെ വോട്ടർമാരുടെ മാറിമറിയുന്ന ചിന്താഗതികളിലേക്കാണ് വെളിച്ചം വീശുന്നത്. സർവേ പ്രകാരം സംസ്ഥാനത്ത് ഒരു മുന്നണിക്കും നിലവിൽ വ്യക്തമായ ഭൂരിപക്ഷം അവകാശപ്പെടാനില്ല. കേവല ഭൂരിപക്ഷത്തിന് 71 സീറ്റുകൾ വേണമെന്നിരിക്കെ പ്രധാന മുന്നണികൾ രണ്ടും അതിന് താഴെയാണ് നിലകൊള്ളുന്നത്. LDF 66 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ വൻ വിജയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയൊരു കുറവാണ്. UDF 62 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഏകദേശം 20 സീറ്റുകൾ അധികം നേടിക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവിനാണ് വലതു മുന്നണി ഒരുങ്ങുന്നത്. സർവേ പ്രകാരം 12 മണ്ഡലങ്ങളിൽ ഫലം പ്രവചനാതീതമാണ്. ഇവിടെ നടക്കുന്ന പോരാട്ടത്തിൽ ആര് ജയിക്കുന്നുവോ അവരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷം സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള അതിശക്തമായ ഭരണവിരുദ്ധ തരംഗം ഇക്കുറി കേരളത്തിലില്ല എന്നതും ശ്രദ്ധേയമാണ്. എങ്കിലും LDFന് 36 സീറ്റുകളിൽ വരെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് സർവേ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ തീരുമാനം LDFന്റെ ഭരണ തുടർച്ചയെ തടയാൻ പര്യാപ്തമാണ്. മറുഭാഗത്ത് UDFന് അനുകൂലമായൊരു തരംഗം രൂപപ്പെടുന്നുണ്ടെങ്കിലും അത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ അത്ര വലിയ വിജയത്തിലേക്ക് നയിക്കില്ലെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ മുന്നേറ്റം നിയമസഭയിൽ പൂർണ്ണമായും ആവർത്തിക്കപ്പെടില്ലെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് UDFന് പല സീറ്റുകളും തിരിച്ചുപിടിക്കാൻ സഹായിക്കും. ചില പ്രത്യേക മണ്ഡലങ്ങളിലെ ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. വിവാദങ്ങളും കോലാഹലങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ UDFന് കാര്യങ്ങൾ അനുകൂലമാണെന്ന് സർവേ പറയുന്നു. BJPയുടെ സാന്നിധ്യം ശക്തമായ ഇവിടെ UDF സ്ഥാനാർത്ഥിക്ക് മേൽക്കൈ ലഭിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ മണ്ഡലമായ പറവൂരിൽ വൻ മുന്നേറ്റം നടത്തും. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും UDFന് തുണയാകും. കഴിഞ്ഞ തവണ LDF കൈവശപ്പെടുത്തിയ കൊയിലാണ്ടി മണ്ഡലം ഇക്കുറി UDF തിരിച്ചുപിടിക്കുമെന്നാണ് പ്രവചനം. അരൂരിലും UDF സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു. വടക്കൻ കേരളത്തിലെ പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇടതു മുന്നണി തങ്ങളുടെ കരുത്ത് നിലനിർത്തും. ഭരണവിരുദ്ധ വികാരം ഈ മണ്ഡലങ്ങളെ കാര്യമായി ബാധിച്ചിട്ടില്ല. 28,432 വോട്ടർമാരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചു. 140 മണ്ഡലങ്ങളിൽ 16,000 കേന്ദ്രങ്ങളിൽ സർവേ സംഘം എത്തിച്ചേർന്നു. വോട്ടർമാരുടെ സാമ്പത്തിക നിലവാരം, ജാതിമത സമവാക്യങ്ങൾ, വികസനത്തോടുള്ള മനോഭാവം എന്നിവയെല്ലാം സർവേയിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു പ്രീപോൾ സർവേ ആയതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഫലത്തെ സ്വാധീനിക്കും. ഇരു മുന്നണികളും അണിനിരത്തുന്ന സ്ഥാനാർത്ഥികളുടെ ജനപ്രീതി സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തും. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നത് ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാണ്. യുവ വോട്ടർമാരുടെ ചിന്താഗതി വികസനത്തിനും പുതിയ തൊഴിലവസരങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ്. ഇത് ഏത് മുന്നണിക്കൊപ്പമാകുമെന്നും കണ്ടറിയണം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങളും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാറുണ്ട്. കേരളം ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ പടിവാതിക്കലാണെന്ന് മാതൃഭൂമി സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. LDFന് ഭരണ തുടർച്ച നേടണമെങ്കിൽ പ്രവചനാതീതമായ ആ 12 മണ്ഡലങ്ങളിൽ പകുതിയിലധികം പിടിച്ചെടുക്കേണ്ടി വരും. UDFനാകട്ടെ ഭരണമാറ്റം ഉറപ്പിക്കാൻ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആവേശം വോട്ടായി മാറേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ പ്രചാരണ തന്ത്രങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളും കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കും. കേരളം ആരെ തുണയ്ക്കുമെന്നത് ഇനിയും ഒരു രഹസ്യമായി അവശേഷിക്കുന്നു. മാതൃഭൂമി പ്രീപോൾ സർവേ ഫലങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതിയെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും 3 തരത്തിലാണ് ഈ ഫലങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക. LDFന് 66 സീറ്റുകളും UDFന് 62 സീറ്റുകളും പ്രവചിക്കപ്പെട്ടതോടെ ഇരു മുന്നണികളും തങ്ങളുടെ പ്രചാരണ ശൈലിയിൽ മാറ്റം വരുത്തും. ഭരണ തുടർച്ച ഉറപ്പിക്കാൻ LDF കൂടുതൽ ജനകീയ പദ്ധതികൾ ഉയർത്തിക്കാട്ടുമ്പോൾ ഭരണവിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ UDF ശ്രമിക്കും. സർവേയിൽ പിന്നിലായ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ഫലം പാർട്ടികളെ പ്രേരിപ്പിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 12 മണ്ഡലങ്ങൾ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുമെന്ന കണ്ടെത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ജാഗ്രത പുലർത്താൻ മുന്നണികളെ നിർബന്ധിതരാക്കും. വിജയസാധ്യതയുള്ള പുതുമുഖങ്ങളെയും സ്വീകാര്യതയുള്ള നേതാക്കളെയും രംഗത്തിറക്കി നിർണായക സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇരുപക്ഷവും ശ്രമിക്കും. പ്രീപോൾ സർവേകൾ നിഷ്പക്ഷ വോട്ടർമാരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാറുമുണ്ട്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല എന്ന സാഹചര്യം വോട്ടർമാരിൽ ഒരു ജാഗ്രതയുണ്ടാക്കും. തങ്ങളുടെ ഒരു വോട്ട് പോലും പാഴാക്കരുതെന്ന ചിന്ത വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആവേശം നിലനിർത്താൻ UDFനും വോട്ട് ചോർച്ച തടയാൻ LDFനും ഈ സർവേ ഫലം ഒരു വേക്കപ്പ് കോളായി മാറും. ചുരുക്കത്തിൽ ഈ സർവേ ഫലം പുറത്തു വന്നതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് ഓരോ വോട്ടും ഓരോ മണ്ഡലവും പിടിച്ചെടുക്കാനുള്ള തന്ത്രപരമായ യുദ്ധമായി മാറും.